ഇപ്പൊ ചേകനൂര് നിസ്കാരമില്ലാന്ന് എങ്ങനെ പറഞ്ഞത്? 5 വഖത്ത് നിസ്കാരമുണ്ട്, പക്ഷെ തൊഴിലാളികൾ അത് 3 നേരമായിട്ട് നിസ്കരിച്ചാൽ മതി. 5 വഖത്തുണ്ട്, പക്ഷെ 3 നേരം വഖത്തന്നെ നേരെ. അപ്പൊ മൊത്തത്തിൽ 3 നേരമുള്ളൂ. കേൾക്കുമ്പോ എന്ത് മനസ്സിലാവും? തൊഴിലാളികളുടെ ആളാട്ട ഇയാള്. 5 ഉണ്ടെങ്കിലും നമ്മൾ 3 ആയിട്ട് നിസ്കരിച്ചാൽ മൊയിലാളിമാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. മൗലൈമാർക്കും നിസ്കരിച്ചെന്നെ ഒരു ബാങ്ക് കഴിയുമ്പോൾ അടുത്ത ബാങ്ക് ഇയാള് തൊഴിലാളിന്റെ ആളാട്ടോ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞു നിസ്കാരം 3 തന്നെ ഉള്ളൂ, അസിൽ തന്നെ 3 ഉള്ളൂ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പറഞ്ഞ് 2 ഉള്ളൂ എന്നാണ് എന്റെ ഗവേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പൊ അയാൾ അനുയായികൾ പറയുന്നത് എന്താണെന്ന് ഞങ്ങള് നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ കവാത്തൊന്നുമില്ല, ലക്ഷക്കണക്കിന് ചെലവാക്കിയിട്ട് പള്ളിന്റെ ആവശ്യമല്ല. അഖമി സ്വലാത്തൽ ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുക. ഒരു ഓർമ്മ എങ്ങനെ ഉണ്ടായാ മതി. ബാങ്ക് കൊടുക്ക വണ്ടി ഓടിക്കുന്നോ, വണ്ടി ഇങ്ങനെ വളവിൽ തിരിച്ചുമ്പോ അള്ളാന്ന് വിളിച്ച ഓന്റെ നിസ്കാരം കഴിഞ്ഞു. ഹോട്ടലിൽ ചായ വാർന്നെടുക്കണ ചായ മക്കാനിക്കാരം റബ്ബേന്ന് വിളിച്ച ഓന്റെ നിസ്കാരം കഴിഞ്ഞു. സാധനം തൂക്കി കൊടുക്കണം, പീടിയാൽ ഇങ്ങനെ അത് 2 ഉള്ളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തുലാസ് നോക്കുമ്പോ അള്ളാ തന്ന ഓന്റെ നിസ്കാരം കഴിഞ്ഞു. കന്നൂട്ടുമ്പോ കരി ഇങ്ങനെ പിടിക്കുമ്പോ അല്ലേ, കലപ്പ പിടിക്കുമ്പോ റബ്ബേ എന്ന ഓന്റെ നിസ്കാരം കഴിഞ്ഞു. ഒരു ഖവാത്ത് വേണ്ട, ലക്ഷക്കണക്കിന് രൂപ പള്ളിയും വേണ്ട, അള്ളാനെ ഓർത്താ മതി. അപ്പൊ ചേകനൂർ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഹേയ്, ചേകനൂർ നിസ്കാരത്തിനെതിരല്ല. അയാൾ പറഞ്ഞത് 5 വഖത്തുണ്ട്, എന്നാലത് 3 ആക്കി തൊഴിലാളികൾക്ക് സൗകര്യത്തിൽ നിസ്കരിക്കാൻ അല്ലാഹു ഇളവ് നൽകിയിട്ടുണ്ടെന്നാ. അയാൾ 3 നിസ്കരിക്കലില്ല എന്ന് അയാളൊപ്പം ജീവിച്ചോൽക്കറിയാം. അങ്ങനെ തന്നെയാണ് നിഷേധം തുടങ്ങല്. നിഷേധം ഒറ്റടിക്കാൻ ഞാൻ മോന്ത കടി കിട്ടുമല്ലോ.